ഇന്ന് പരിശുദ്ധ സഭ ഫീസ്റ്റ് ഓഫ് ദി അപ്പോസ്റ്റൽസ്, പ്രത്യേകിച്ച് പത്രോസ് പൗലോസികന്മാരെയും മറ്റ് സഹാക്കളെയും ഓർക്കുന്ന ദിവസമാണ്. എന്തിന് ഈ സ്ലീഹന്മാരെ നമ്മൾ ഓർക്കണം? എന്തിന് അവരോട് പ്രാർത്ഥന യാചിക്കണം? ഞാൻ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ പെരുന്നാളിൻ്റെ നോട്ടീസ് എൻ്റെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. അപ്പോൾ അതിനകത്ത് ഒരാളുടെ കമൻറ്റ് വന്നിരിക്കുന്നത്, നിങ്ങൾ ഈ മാങ്ങിപ്പോയിരിക്കുന്ന സ്ലീഹന്മാരെയൊക്കെ ഓർക്കുന്നത് അത് വേദവിപരീതമാണ്, ബൈബിൾ അങ്ങനെ പറയുന്നില്ല എന്നുള്ളൊരു നീണ്ട കമൻറ്റാണ് വന്നത്. ഇന്നലെ വൈകിട്ട് തന്നെ ഞാൻ മറുപടി കൊടുത്തതിനെക്കുറിച്ച്. എന്തിനാണ് ഈ പരിശുദ്ധ സഭ ഈ സ്ലീഹന്മാരെയും സഹതന്മാരെയും ഓർക്കുകയും പ്രത്യേകിച്ച് അവർ ഈ ഭൂമുഖത്ത് കടന്നുപോയ ദിവസം പെരുന്നാളുകളായി ആഘോഷിക്കുകയും ചെയ്യുന്നത്? ഒന്നാമത്തെ ഉത്തരം, the apostles were chosen by Jesus Christ. ഞാനല്ല അവരെ തിരഞ്ഞെടുത്ത്, ആണോ? സഭയാണ് അവരെ തിരഞ്ഞെടുത്തത്. ഈ 12 പേരെ തിരഞ്ഞെടുത്തത് യേശുക്രിസ്തു ആണ് എന്നുള്ള ഒന്നാമത്തെ ഉത്തരം. ഞാനും നിങ്ങളും ഇന്നവിടെ പെരുന്നാളുകൾ ആഘോഷിക്കുമ്പോൾ അവര് ലോകമൊക്കെയും പോയി തൻ്റെ രക്ഷണ്യ സുവിശേഷം പ്രസംഗിച്ചു. ഇന്നത്തെ വേദഭാഗത്ത്, എവങ്കലിയൻ ഭാഗത്ത് കാണുന്നത്, യേശുതമ്പുരാൻ അവരെ കൂട്ടിക്കൊണ്ട് ഒരു മലയുടെ മുകളിലേക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് പോയി. പ്രാർത്ഥിച്ചതിന് ശേഷമാണ് അവരോട് പറയുന്നത്, അതിരാവിലെ ശിഷ്യന്മാരെ വിളിച്ച് അവരോട് പറയുകയാണ്, കമ്മീഷനിങ്, നിങ്ങൾ ലോകമൊക്കെയും പോയി സർവ സൃഷ്ടിയോടും സുവിശേഷം അറിയിക്കുക. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് അവർ പോയി. തോമാസ് ലീഹ ഭാരതത്തിലേക്ക് വന്നു. നിങ്ങളത് ചിന്തിച്ച് നോക്കുകയെ, തോമാസ് ലീഹ കേരളത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ നമ്മളൊക്കെ ആരായിരുന്നേനെ? അത് ചിന്തിച്ച് നോക്കിക്കേ. തോമാസ് ലീഹ ഭാരതത്തിൽ വന്നില്ല എന്നിരിക്കട്ടെ, ഞാനും നിങ്ങളും ആരായിരുന്നേനെ? ഇനി അടുത്തൊരു ചോദ്യം, തോമാസ് ലീഹ കേരളത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഇന്ന് അമേരിക്ക വരുമായിരുന്നു? നിങ്ങൾ ഇന്ന് ഈ ഹൂഷനിൽ വരുമായിരുന്നു എന്ന എൻ്റെ ചോദ്യം. തോമാസ് ലീഹ ഭാരതത്തിൽ വന്നില്ലായിരുന്നു എങ്കിൽ ഒരു 17-18 നൂറ്റാണ്ട് വരെയുള്ള കേരള ചരിത്രം പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. 17th സെഞ്ച്വറി വരെ കേരളത്തിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു സാധനമേ ഇല്ല. വരേണ്യവർഗത്തിന് മാത്രമായിരുന്നു എഡ്യൂക്കേഷൻ ഉണ്ടായി. വരേണ്യവർഗം എന്ന് പറയുന്നത് അന്നത്തെ രാജാക്കന്മാരും അവരുടെ കൊട്ടാരങ്ങളിൽ വസിക്കുന്ന അവരുടെ മക്കൾക്കും എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ അവർക്ക് മാത്രമുള്ളതാണ്. തോമാസ് ലീഹ കേരളത്തിൽ വന്നു, അവരുടെ പിൻഗാമികളായിട്ട് ക്രിസ്തീയ സമൂഹം ഉണ്ടായി. 16-17 നൂറ്റാണ്ടുകളായി കഴിഞ്ഞപ്പോൾ പാശ്ചാത്യ മിഷണറിമാരും കേരളത്തിലേക്ക് വന്നു. അവർ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ തുടങ്ങി, ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്തു, ബൈബിള് പുറത്ത് കൊണ്ടുപോയി ട്രാൻസ്ലേറ്റ് ചെയ്ത് പ്രിൻ്റ് ചെയ്ത് കൊണ്ടുവന്നു, വായിക്കാൻ തുടങ്ങി, പഠിപ്പിക്കാൻ തുടങ്ങി. അന്ന് വരെ വിദ്യാഭ്യാസം നിഷേധിച്ചിരുന്ന ഒരു സമൂഹത്തെ വിദ്യാഭ്യാസമുള്ളവരാക്കി തീർക്കുവാൻ ഈ മിഷണറിമാരാ കാരണമായത്. നിങ്ങൾക്കറിയാമോ,
ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പഴയ സെമിനാരി. അതിൻ്റെ ഏറ്റവും മുകളിൽ ഒരു വലിയ ഹോളുണ്ടാകും, ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് താമസിക്കുന്ന സ്ഥലം. അവിടെ 2 ബോർഡുകളുണ്ട്, ബ്ലാക്ക് ബോർഡുകൾ, ഭിത്തിയിൽ ഇപ്പോഴും ഉണ്ടത്. അതിനകത്തായിരുന്നു വൈദികരെ എഴുതി പഠിപ്പിച്ചത്, ഇംഗ്ലീഷ് പഠിപ്പിച്ചത്. അതിനുശേഷം പ്രിന്റിംഗ് പ്രസ് തുടങ്ങി, സ്കൂളുകൾ സ്ഥാപിച്ചു. സ്കൂളുകൾക്ക് എന്താ മലയാളത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നേ? പള്ളിക്കൂടം. പള്ളിയോടനുബന്ധിച്ച് കൂടി വന്ന് കുട്ടികളെ പഠിപ്പിച്ചിരുന്ന സ്ഥലമാണ്. ഇപ്പം വലിയ അഭിമാനത്തെ പറയും, സ്കൂളാണ്, ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ്, അല്ലെങ്കിൽ മറ്റു സ്കൂളാണെന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ ഈ മിഷണറിമാർ സ്ഥാപിച്ച സ്കൂളുകൾ പിൽക്കാലത്ത് പല സ്കൂളുകൾ കേരളത്തിലുണ്ടായി, കോളേജുകളുണ്ടായി. ഇതെല്ലാം അടിസ്ഥാന കാരണം ക്രിസ്ത്യൻ മിഷണറിമാർ സ്ഥാപിച്ച സ്ഥാപനങ്ങളാണ്. ഹോസ്പിറ്റലുകളുണ്ടായി, മിഷൻ കേന്ദ്രങ്ങളുണ്ടായി. നമ്മുടെ വല്യപ്പനും വല്യമ്മച്ചയും നമ്മുടെ മക്കളെ, പ്രത്യേകിച്ച് പെൺമക്കളെ, ആതുര സേവന ശുശ്രൂഷയ്ക്ക് വിട്ടുകൊടുത്തു. പോകാൻ പറഞ്ഞു, പോയി പഠിക്കുക, നഴ്സിംഗ് പഠിക്കാൻ പറഞ്ഞു. പഠിക്കാൻ പോയി. അതുകൊണ്ടാണ് നിങ്ങളിന്ന് അമേരിക്കയിൽ വന്നിരിക്കുന്നത്. മറക്കരുത്, നിങ്ങളുടെ എല്ലാവരുടെയും ഒരു കണ്ണി ഈ നഴ്സിംഗ് ആയി വന്നിട്ടുള്ള നിങ്ങളുടെ പ്രിയപ്പെട്ടവരാണ്. അപമാനം തോന്നേണ്ട കാര്യമില്ല. അവർ പിന്നെ ഫയൽ ചെയ്തിട്ടാണ് നിങ്ങളുടെ ബാക്കിയുള്ളവരൊക്കെ വന്നത്. അതുകൊണ്ടാണ് എന്നെപ്പോലുള്ള അച്ഛന്മാർ എൻ്റെ പിന്നാലെ വന്നത്. ഞാൻ പറഞ്ഞത്, വിദ്യാഭ്യാസത്തിന് ബേസിക് കാരണമായ കേരളത്തിൽ വിദ്യാഭ്യാസം കൊടുക്കുവാൻ പ്രത്യേകിച്ച് അധസ്ഥിത വർഗം ഒരു കാരണവശാലും പഠിക്കാൻ പാടില്ല. പഠിക്കാൻ മാത്രമല്ല, നല്ല വസ്ത്രം പോലും ധരിക്കാൻ പാടില്ല, മേൽമുണ്ടെടുക്കാൻ പാടില്ല. അങ്ങനെ ഒരു പശ്ചാത്തലമായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത്. ഇന്ന് ആ സമൂഹത്തെ വിദ്യാഭ്യാസമുള്ള, വിവരമുള്ള, വിവേകികളായ സമൂഹമാക്കി മാറ്റുവാൻ ക്രൈസ്തവ സഭകൾ വഹിച്ച പങ്ക് അതാർക്കും വിസ്മരിക്കാനായിട്ട് പറ്റുകയില്ല. പക്ഷേ ഇന്ന് കേരളത്തിലെ നവോത്ഥാന നായകർ എന്നറിയപ്പെടുന്നത് മറ്റു പലരുമൊക്കെയാണ്. കേരളത്തിലെ മിഷണറിമാരെ, സഭകളെ അവർ വിസ്മരിക്കുന്നു. നവോത്ഥാന നായകരെന്ന് അഭിമാനിക്കുന്ന, അഭിമാനത്തോടെ പറയുന്ന മറ്റ് പല നേതാക്കന്മാരുമാണ്. ഞാൻ അവരുടെ പേരുകളൊന്നും പള്ളിയിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പ്രിയമുള്ളവരെ, ക്രിസ്തീയ സഭ നൽകിയതായ വലിയൊരു ശുശ്രൂഷ കേരളത്തിൻ്റെ നവോത്ഥാനത്തിൽ വലിയ പങ്ക് വഹിച്ചു. അതിൻ്റെ കാരണക്കാരായത്, മൂലകാരണമായത് തോമാസ് ലീഹ കേരളത്തിൽ വന്നു. അതിനുശേഷം പിന്നീട് മിഷണറിമാരും കേരളത്തിൽ വന്നു. ക്രൈസ്തവ സമൂഹം വളർന്നു എന്നുള്ളതാണ്. ഞാൻ ആ ഭാഗം അവിടെ വിടുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് നാം ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ കൂടി കൊണ്ടാടുകയാണ്, അല്ലേ? കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുന്നേ പള്ളിയിൽ അനൗൺസ് ചെയ്തു ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ. അതിനെക്കുറിച്ച് ഏതാനും ചിന്തകൾ കൂടെ പകരട്ടെ. ഇന്ന് മാനേജിംഗ് കമ്മിറ്റി അങ്ങനെയൊന്നും ചിന്തിച്ചതല്ല ഇന്ന് ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ വെച്ചത്. ഈ ദിവസം ഹാർവസ്റ്റ് ഫെസ്റ്റിവലായിട്ട് കൊണ്ടാടണമെന്ന് മാനേജിംഗ് കമ്മിറ്റിയിൽ ഒരു ചിന്ത വന്നു. ഈ ഡേറ്റ് തന്നെ വേണമെന്ന് ചിന്തിച്ചിരുന്നില്ല. പക്ഷേ ഇന്ന് പഴയ നിയമം വായിച്ചപ്പോഴാണ് അറിയാതെ ആ വേദഭാഗം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇന്നത്തെ പഴയ നിയമ വായനയിൽ വായിച്ചു കേട്ടല്ലോ. എന്താ ആദ്യം വായിച്ചു കേട്ടത്? യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തു, നറും പശ, ഗുൽഗുലും, ഹൽബാനപ്പശ, നിർമ്മല സാമ്പ്രാണി എന്നിവ എടുക്കുക. അവയെല്ലാം ഒരേ തൂക്കം ആയിരിക്കണം. അതിൽ ഉപ്പും ചേർത്ത് നിങ്ങൾ വിശുദ്ധമായ ധൂപവർഗം സമർപ്പിക്കണം.
അതിനുശേഷം ഇന്ന് വായിച്ച വേദഭാഗം രണ്ടാമത്തെ ഭാഗമാണ് വായിച്ചത് അല്ലേ? വായിച്ച ആളാരാ? ഞാൻ വായിച്ചതല്ലേ? പുറപ്പാട് പുസ്തകത്തിലാണ് വായിച്ചത്. അതെ, ഞാൻ അഞ്ചാമത്തെ ഞായറാഴ്ചത്തെയാണ് വായിച്ചത്. ആറാമത്തെ എനിക്ക് എടുത്തു തന്നത്. സോറി. ആണ്ടിൽ 3 തവണ നിങ്ങൾ എനിക്ക് പെരുന്നാൾ ആഘോഷിക്കണം. 7 ദിവസം പത്തീറ തിന്നണം. നിങ്ങൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുന്ന അബീബ് മാസത്തിൽ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതുപോലെ പത്തീറ പെരുന്നാൾ ആഘോഷിക്കണം. നിങ്ങൾ വെറും കൈയോടെ എൻ്റെ സന്നിധിയിൽ വരരുത്. വായിച്ച് ശ്രദ്ധയോടെ കേൾക്കണം. നിങ്ങൾ വെറും കൈയോടെ എൻ്റെ സന്നിധിയിൽ വരരുത്. വയലിൽ വിതച്ച ധാന്യത്തിൻ്റെ ആദ്യ ഫലം എടുക്കുന്ന കൊയ്ത്തു പെരുന്നാളും ആണ്ടറുതിയിൽ നിന്റെ വിളവുകളെല്ലാം ശേഖരിച്ച് കഴിയുമ്പോൾ വിളവെടുപ്പ് പെരുന്നാളും ആഘോഷിക്കണം. ആണ്ടിൽ 3 പ്രാവശ്യം നിന്റെ പുരുഷന്മാരെല്ലാം ദൈവമായ യഹോവയുടെ സന്നിധിയിൽ വരണം. യാഗത്തോടൊപ്പം പുളിപ്പുള്ള അപ്പം സമർപ്പിക്കരുത്. പെരുന്നാളിൻ്റെ മേധസ്സും രാത്രി മുഴുവനും പ്രഭാത സമയം വരെ വച്ചേക്കരുത്. നിന്റെ ഭൂമിയിലെ വിളവിൻ്റെ ആദ്യ ഫലം യഹോവയുടെ ആലയത്തിൽ കൊണ്ടുവരണം. ആദ്യ ഫല പെരുന്നാൾ, ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ നമ്മൾ ഇന്ന് ആഘോഷിക്കുമ്പോൾ ഇത് ഇസ്രായേൽ സമൂഹത്തിന് യഹോവയാൻ ദൈവം മോശ മുഖാന്തരം നൽകിയതായ ഉടമ്പടിയാണ്. നാട്ടിലൊക്കെ നമ്മൾ ആദ്യഫല ശേഖരണ പെരുന്നാളൊക്കെ കൊണ്ടാടാറുണ്ട്. ഞങ്ങൾ ഇന്നലെ വൈകിട്ട് നോക്കിയപ്പോൾ 25-ൽ താഴെ ആൾക്കാരാണ് നമ്മുടെ ഹാർവസ്റ്റ് ഫെസ്റ്റിവലിൽ സഹകരിക്കാനായിട്ട് അവിടെ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഇന്ന് കുറച്ച് പേരൂടെ കൊണ്ടുവന്ന് കാണും. പ്രിയമുള്ളവരെ, ആദ്യ ഫലം യഹോവയ്ക്കുള്ളത്. ഇതാണ് സഭ പഠിപ്പിക്കുന്നത്. ദൈവസന്നിധിയിൽ നിങ്ങളുടെ വിളവിൻ്റെ ആദ്യ കറ്റ, ആദ്യ ഫലം കൊണ്ടുവന്ന് ദൈവത്തിൽ സമർപ്പിക്കുക. എന്തിനു വേണ്ടിയാ? നമുക്കതിലൂടെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി. ഈ പെരുന്നാളുകളും ആഘോഷങ്ങളും ഈ ആദ്യഫല ശേഖരണവും ഒക്കെ നൽകുന്നത് നമ്മുടെ ഭവനവും അതിലുള്ളതായ സകല ചരാചരങ്ങളും ഈ പ്രകൃതിയും ധന്യമായി തീരുന്നതിന് വേണ്ടിയാണ്. ആദ്യ ബലി അർപ്പിക്കപ്പെട്ടു അല്ലേ? ഉൽപ്പത്തി പുസ്തകത്തിൽ ഒരാളുടെ ബലി സ്വീകരിച്ചു, മറ്റൊരാളുടെ ബലി തിരസ്കരിച്ചു. അപ്പോൾ സമർപ്പിക്കുന്ന ബലി ഊനമില്ലാത്തത്, അത് വിശുദ്ധമായിരിക്കണം, ദൈവസന്നിധിയിലാണ് സമർപ്പിക്കുന്നത് എന്നുള്ളതായ ചിന്തയോടുകൂടി വേണം കൊണ്ടുവരുവാൻ. അയ്യോ, ഞാനിത് കൊടുത്തു, എനിക്ക് നഷ്ടമായി പോയില്ലേ, എനിക്ക് നഷ്ടമല്ലേ, അങ്ങനെ ഒരു ചിന്ത പാടില്ല. ഞാനിത് ദൈവസന്നിധിയിലാണ് സമർപ്പിക്കുന്നത്. ഇതെൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെ ഭവനത്തിൻ്റെയും അനുഗ്രഹത്തിന് വേണ്ടിയാണ് ഇത് ദൈവത്തിൽ സമർപ്പിക്കുന്നത് എന്നുള്ളൊരു ബോധ്യം കൂടി നമുക്ക് ഉണ്ടാകണം. ഈ 2 ചിന്തകൾ നിങ്ങളിലേക്ക് പകരുന്നു. ദൈവം തമ്പുരാൻ നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കും.